ഹലോ, വെൽക്കം ടു MCS. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമോ വീടോ ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റുകളോ അതല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങളോ മറ്റു ബിൽഡിങ്ങുകളോ വാങ്ങുന്ന ഫിസിക്കലായിട്ടുള്ള അസറ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇത് സാധാരണക്കാർ മുതൽ ഒരുപാട് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ വരെ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്. പണ്ട് മുതൽക്കേ ചെയ്തു വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരുടെ ഇടയിലും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. എന്നാൽ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും ഉള്ളതുപോലെ റിയൽ എസ്റ്റേറ്റിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇന്ന് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചും സംസാരിക്കാം. ഗുണങ്ങളിൽ ഒന്നാമതായി പറയാനുള്ളത് റിയൽ എസ്റ്റേറ്റ് അസറ്റ് ടാഞ്ചിബിൾ അസറ്റാണ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാനും തൊട്ടു നോക്കാനും അത് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന അസറ്റുകളെ, ഫിസിക്കലായിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉള്ള അസറ്റുകളെ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. റിയൽ എസ്റ്റേറ്റ് അങ്ങനെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഉണ്ട് എന്നത് നമുക്കൊരു കോൺഫിഡൻസ് നൽകും. ഒരു ഇമോഷണൽ ഫീലിങ്സും അറ്റാച്ച്മെൻറ്റും ഒക്കെ നൽകുന്നതായിരിക്കും. ഒരു പ്രൗഡ് ഫീലിംഗ് കൂടി റിയൽ എസ്റ്റേറ്റ് അസറ്റ് നൽകുന്നതാണ്. 10 സെൻറ്റ് സ്ഥലം ഒരാൾക്കുണ്ടായിരിക്കുക എന്നത് തീർച്ചയായും ഒരു പ്രൗഡ് ഫീൽ നൽകുന്നതായിരിക്കും, ഒരു കോൺഫിഡൻസ് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് പൊതുവെ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ അപേക്ഷിച്ച് സേഫ് ആൻഡ് റിലയബിൾ ആണ്. സേഫ് ആണെന്ന് പറയാൻ കാരണം അതൊരു ഫിസിക്കൽ എൻറ്റിറ്റി ആയതുകൊണ്ട്, ഇമ്മൂവബിൾ ഒരു എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ അത് വളരെ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും സേഫ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നമുക്കൊരു പക്ഷേ പാസീവ് ഇൻകം അഥവാ നമ്മൾ ജോലി ചെയ്യാതെ തന്നെ നമുക്ക് ഒരുപക്ഷെ അതിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നതായിരിക്കും. ഉദാഹരണമായി നമ്മളൊരു സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി അത് റെൻ്റ് ഔട്ട് ചെയ്ത് വാടക കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നുള്ള സ്ഥിരമായി റെൻ്റൽ ഇൻകം അഥവാ വാടക വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇത്തരത്തിൽ പാസീവായിട്ടുള്ള ഇൻകം കിട്ടാനും റിയൽ എസ്റ്റേറ്റ് വളരെ അനുയോജ്യമാണ്. മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷന് ടാക്സുകൾ പൊതുവെ കുറവാണ്. മാത്രവുമല്ല നമ്മുടെ ഇൻകം ടാക്സ് പ്രൊസീജിയറിൽ നിന്ന് നമുക്ക് അത് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും റിയൽ എസ്റ്റേറ്റ് വഴി നമുക്ക് ലഭിക്കുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത് റിയൽ എസ്റ്റേറ്റ് അസറ്റ് ഉള്ള ആൾക്ക് പെട്ടെന്ന് ക്യാഷിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ജാമ്യമായി കൊടുത്തുകൊണ്ട് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ചിട്ടി പോലത്തത് വിളിച്ചെടുക്കുകയോ ചെയ്യാൻ പറ്റും. മറ്റേതു നിക്ഷേപങ്ങളും പോലെ റിയൽ എസ്റ്റേറ്റിനുമുണ്ട് പോരായ്മകൾ. അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിന് വലിയ ക്യാപിറ്റൽ വേണം. അതായത് ഒരു 10 സെൻറ്റ് സ്ഥലം ആണെങ്കിലും അതിന് നിക്ഷേപിക്കണമെങ്കിൽ വലിയ ലക്ഷങ്ങൾ വേണ്ടിവരും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിന് ലോ ലിക്വിഡിറ്റി ആണെന്ന് പറയാം. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ക്യാഷായിട്ട് വിഡ്രോ ചെയ്ത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും പൊതുവെ ലോ ലിക്വിഡിറ്റി ഉള്ള അസറ്റുകളാണ്. നമുക്കത് വിൽക്കണമെന്ന് വെച്ചാൽ ഒരുപക്ഷെ അത് വാങ്ങാനുള്ള ആളെ കണ്ടെത്തൽ അതല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡും ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സ് കൂടിയാണ്. നെഗോസിയേഷൻ സ്കില്ലും അങ്ങനെ ഒരുപാട് സംഗതികൾ അതിൻ്റെ പിന്നിൽ നമുക്ക് വേണ്ടിവരും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഒരുപക്ഷെ അത് ചെക്ക് ചെയ്യണമെങ്കിൽ, വെരിഫൈ ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ലീഗൽ കൺസൾട്ടേഷൻ നേടേണ്ടി വരും. വേണ്ടത്ര ചെക്ക് ചെയ്യാതെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തി പെട്ട ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് അഥവാ ഇടപാട് നടത്താനുള്ള ചിലവ് വളരെ കൂടുതലാണ്. അത് പീരിയോഡിക്കലായിട്ട് ഗവൺമെൻറ് അതിൻ്റെ ടാക്സും ഫീസും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങാൻ വരെ ചില ഏരിയയിൽ നല്ല ഫീസായിട്ട് കൊടുക്കേണ്ടി വരും. അതിനപ്പുറം ബ്രോക്കർ ഉണ്ടെങ്കിൽ ബ്രോക്കേഴ്സ് ഫീ, അളക്കാനുള്ള ഫീസ്, അതേപോലെ ആധാരം എഴുതാനുള്ള കൂലി, അങ്ങനെ ഒരുപാട് ചാർജസുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. വേറൊരു കാര്യം, ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് റിയൽ എസ്റ്റേറ്റിൽ തോന്നിയ കാര്യം റിയൽ എസ്റ്റേറ്റിൽ പൊതുവെ ROI അതായത് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആദായം വളരെ കുറവാണ്.
സേഫ് ആണെങ്കിലും വേണ്ടത്ര ആദായം കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു ലാഭം ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ പണപ്പെരുപ്പം 6%ആണെന്നിരിക്കട്ടെ. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് 6%ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് 0 റിട്ടേൺ ആണെന്ന് പറയേണ്ടി വരും. അതേസമയം 6% ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ 8% ആ സ്ഥലത്തിൻ്റെ വാല്യൂ കൂടിയിരിക്കണം. റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് വളരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും റിയൽ എസ്റ്റേറ്റിന് ഭാവിയിൽ എപ്പോഴും സ്കോപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ചെറിയ ഒരു ഡിം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഒരു നല്ലൊരു നിക്ഷേപ മാർഗം തന്നെയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിലുണ്ടാകുന്ന ക്യാഷ് ഫ്ലോ ഫ്ലക്ച്വേഷൻസ് റിയൽ എസ്റ്റേറ്റിനെ ബാധിക്കാറുണ്ട്. മാർക്കറ്റിൽ ക്യാഷ് കൂടുതൽ ഇറങ്ങുമ്പോൾ റിയൽ എസ്റ്റേറ്റ് നല്ല ബൂമുണ്ടാവും. മാർക്കറ്റിൽ ക്യാഷിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ പൊതുവെ ഡിം വരാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ്. എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല, വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിലും റിയൽ എസ്റ്റേറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.